ഏവർക്കും നമസ്കാരം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യാം. ഇന്ന് ഒരു പ്രത്യേക വിഷയമാണ് ഞാൻ ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് കരുതട്ടെ. ഡിസ്പെൻസേഷൻ ഫ്രം കാനോനിക്കൽ ഫോം കേട്ടിട്ടുണ്ടാവുന്നത് ചിലരെങ്കിലും കേട്ട് കാണും. ഔട്ട് ഓഫ് ചർച്ച് അത് കേട്ടിട്ടുണ്ടോ? ചിലരെങ്കിലും കേട്ട് കാണും, ചിലർക്ക് അതിനോട് ബന്ധപ്പെട്ട് കാണും. ഇന്ന് ക്രൈസ്തവ സഭയിൽ മാത്രമല്ല, വ്യത്യസ്ത പല സഭകളിലും ഇതര മതങ്ങളിൽ നിന്നുള്ള വധുവരന്മാര് പലപ്പോഴും നാം കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പദ്ധതി തന്നെ ഞാൻ കണ്ടു. ഒരു ഹൈന്ദവനായ മാതാപിതാക്കള് ഒരു ക്രിസ്ത്യനായ വധുവിന്റെ മാതാപിതാക്കള് ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഒരു പത്രത്തില് ഒരു വെഡ്ഡിങ് പരസ്യം കൊടുത്തിരിക്കുകയാണ്. എനിക്ക് സന്തോഷം തോന്നിയായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, മിശ്ര വിവാഹത്തിന് വേണ്ടി ഒത്തിരിയധികം പ്രൊജക്ട് ചെയ്യുന്നുണ്ട് സർക്കാർ, അല്ലേ? റിസർവേഷൻ പോലും മിശ്ര വിവാഹക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. ഞാൻ വരുന്നത് ഇങ്ങനെയാണ്. പല മതങ്ങളിൽ നിന്നും ക്രൈസ്തവരിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ക്രൈസ്തവർ മറ്റു മതങ്ങളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവരുടെ വിവാഹത്തിന് ചില തടസ്സങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ആ തടസ്സങ്ങളെ ഓവർകം ചെയ്യാനാണ് പറയുന്നത്. ഇത് അൽമായരെ സംബന്ധിച്ചിടത്തോളം അവർ പലരും തന്നെ നിയമങ്ങൾ അനുശാസിച്ചാണ് പോകുന്നത്. എനിക്ക് പരിചയമുള്ള ഒരച്ഛൻ, ധ്യാനക്കാരനായ അച്ഛനാണ്. ആ അച്ഛൻ ഒരു ഹൈന്ദവ സ്ത്രീയെ കെട്ടിയപ്പോൾ ഈ നിയമങ്ങളൊന്നും അദ്ദേഹം പാലിച്ചില്ല. അദ്ദേഹം അമ്പലത്തിൽ പോയി വിവാഹം നടത്തി. ഒരു സിസ്റ്റർ ഇതുപോലെ തന്നെ ഒരു ഹൈന്ദവ യുവാവിനെ വിവാഹം കഴിച്ചത് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. അവിടെയും ഇതൊന്നും പാലിച്ചില്ല. ഞാൻ പറയുന്ന മറ്റൊന്നുമല്ല, ഉത്തമരായ കത്തോലിക്കരെ, ക്രൈസ്തവരെ ഒക്കെ ചെയ്യുന്നത് നിയമാനുസൃതമാണ്. പലപ്പോഴും നിയമങ്ങൾ കൈയാളുന്ന പലരും തന്നെ മറ്റൊരു തലത്തിലേക്കാണ് പോകുന്നത്. ഇനി ഞാൻ ഈ വീഡിയോയിലേക്ക് വരട്ടെ. കുറച്ച് നാളുകൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞ 1-2 മാസം മുമ്പായിട്ട്, ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ആത്മീയ സെക്രട്ടറി, ആ സെക്രട്ടറിയെ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, വരുന്നതിന്റെ പിന്നത്തെ ഞായറാഴ്ച സാറിന്റെ മോന്റെ കല്യാണമാണ്. മോൻ വിവാഹം കഴിക്കുന്നത് ഒരു ഹൈന്ദവ സ്ത്രീയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സാറ് വരണം, സാറും ഫാമിലിയും വരണം എന്ന് അദ്ദേഹം വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരെയും കൂടിയാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അത് ആ കല്യാണത്തിന് അധികം പേരൊന്നും വിളിക്കുന്നില്ലെന്നല്ല അറിഞ്ഞത്. അപ്പോൾ ശരിയാണ്, ഹൈന്ദവരായ വധുവാണല്ലോ. അപ്പൊ ഞാൻ ഉടനെ ചോദിച്ചു, ഔട്ട് ഓഫ് ചർച്ച് മാരേജ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം, ഒത്തിരി അറിവുകളുണ്ടെന്ന് അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹം എന്നോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: ഹേയ്, ഔട്ട് ഓഫ് ചർച്ച് ഒന്നുമല്ല, സാറെന്താണ് ഈ പറയുന്നത്? പള്ളിയിൽ വെച്ചിട്ടാണ്, പള്ളിയുടെ അകത്ത് വെച്ചിട്ടാണ് വിവാഹം നടത്തുന്നത്. അത് ഔട്ട് ഓഫ് ചർച്ച് അല്ല, ഇൻ ദ ചർച്ച് ആണ്. അപ്പോൾ എന്നെ കളിയാക്കിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതെനിക്ക് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഇതിന് പറയുന്നത് ഔട്ട് ഓഫ് ചർച്ച് മാരേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് പറഞ്ഞിട്ട് അദ്ദേഹം ഉൾക്കൊള്ളില്ല. കാരണം ചിലരെങ്ങനെയാണ്, നമ്മൾ എത്രയധികം നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഉൾക്കൊള്ളാനാവില്ല. ശരിയാണ് എന്ന് പറഞ്ഞാൽ പോലും അതെപ്പോഴും ലോഹയിട്ടവർ പറയുമ്പോഴേ, അല്ലെങ്കിൽ സഭാവസ്ത്രം ഇട്ടവർ പറയുന്നവർ മാത്രമേ അത് കൃത്യമാണ് എന്ന് ധരിക്കുന്നതുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് രാത്രി തന്നെ ഞാൻ കാറ്റിസോനിക്കുന്ന ഗ്രൂപ്പിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ എഴുതിയിരുന്നു. എന്താണ് ഔട്ട് ഓഫ് ചർച്ച് എന്നുള്ളത്, ഔട്ട് ഓഫ് ചർച്ച് മാരേജ് എന്നുള്ളത്. അപ്പം അതിലൂടെ എല്ലാവരും തന്നെ അതറിഞ്ഞു. ഈ കാലത്ത് പ്രണയവും ഫേസ്ബുക്ക് തലങ്ങളും കാരണം ഇന്ന് സാധാരണമായി കൊണ്ടിരിക്കുകയാണ് ഈ ഇതര മതങ്ങളിൽ നിന്നുള്ള
വിവാഹം. അപ്പം ആ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എൻ്റെ ബന്ധുക്കൾ പോലും ഈ വിഷയം വിശദമായി തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ എന്നെ വിളിച്ചിട്ട് ഒരു ബന്ധു വിളിച്ചിട്ട് പറയുകയാണ്, ഇതിനെപ്പറ്റി ഒരു യൂട്യൂബ് വീഡിയോ തരണം. ഞങ്ങളെപ്പോഴും കൃത്യമായ ആൻസർ ഞങ്ങൾക്ക് സഭാതലത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ സാർ അത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഔട്ട് ഓഫ് കോർട്ടിൽ, അതായത് കോടതിയുടെ പുറത്തല്ല, കളിസ്ഥലത്തിന് പുറത്ത് നിൽക്കുന്നവർക്കാണ് ഒരു കളിക്കാരൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കണ്ടെത്താനാവുന്നത്. അതായത് ഔട്ട് ഓഫ് കോർട്ട്, ദാറ്റ് മീൻസ് ഇൻ ദ ചർച്ചിൽ നിൽക്കുന്ന ഒരു വൈദികന് എല്ലാം തുറന്നു പറയാൻ പറ്റില്ല, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പരിമിതികൾ കാരണമാണത് പറ്റാത്തത്. എനിക്ക് ഒരു ലിമിറ്റേഷൻസും ഇല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാം, അക്രൈസ്തവരായ, അതായത് മറ്റു മതങ്ങളിൽപ്പെട്ട വധുവോ വരനോ തമ്മിലോ, അതുപോലെ അക്രൈസ്തവരായ വധുവോ വരനോ, ക്രൈസ്തവരായ വധുവോ വരനോ, ഇവർ തമ്മിൽ വിവാഹം നടത്തുന്നതിന് ഔട്ട് ഓഫ് ചർച്ച് മാരേജ് എന്നാണ് പറയാറുള്ളത്. ചർച്ച് എന്ന് പറയുമ്പോൾ ഇൻ ദ ചർച്ച് ഔട്ട് ദി ചർച്ച് എന്നല്ല, സഭയെന്നാണ് അതിൻ്റെ അർത്ഥം. സഭയെ ഇംഗ്ലീഷിൽ പറയുന്നത് ചർച്ച് എന്നാണ്. എക്ലീസിയ പറയുമെങ്കിൽ തന്നെയും ചർച്ച്. അപ്പൊ ഔട്ട് ഓഫ് ചർച്ച് എന്ന് പറയുന്നത് സഭയ്ക്ക് പുറത്തുള്ള വിവാഹം എന്നാണ്. അപ്പൊ ചർച്ച് മീൻസ് സഭ എന്ന് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ്, അല്ലെ പള്ളിയുടെ അകത്തുനിന്നല്ല ഉദ്ദേശിക്കുന്നത്, സഭ. ഔട്ട് ഓഫ് ചർച്ച്, സഭയ്ക്ക് പുറത്തു നിന്നുള്ള വിവാഹം എന്നാണ് അതിനർത്ഥം. ഔട്ട് ഓഫ് ചർച്ച് ഔദ്യോഗികമായിട്ട് പറയുന്നത് ഡിസ്പെൻസേഷൻ ഫ്രം കാനോനിക്കൽ ഫോം എന്നാണ്. അതായത് ഈ ഒരു ഫോം വെച്ചിട്ടാണ് ഇതുപോലുള്ള വിവാഹങ്ങൾ നടത്തുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്താണ് ഡിസ്പെൻസേഷൻ എന്നത്, എന്താണ് കാനോൻ നിയമം എന്നത്, ഈ രണ്ട് കാര്യം പറഞ്ഞാലേ നിങ്ങൾക്കിത് അറിയാനാവോ. അപ്പൊ ഡിസ്പെൻസേഷൻ ഫ്രം കാനോനിക്കൽ ഫോം എന്ന് പറയുമ്പോൾ കാനോൻ ലോയിൽ നിന്നുള്ള വിടുതലാണ്, ഒഴിവാക്കലാണ്. അപ്പോൾ ആയതിനാൽ വിശദമായിട്ടാണ് ഇതെനിക്ക് പറയാനാവുന്നത്. ഒരു എപ്പിസോഡ് മീൻസ് ഒരു വീഡിയോ കൊണ്ടോ 2 വീഡിയോ കൊണ്ടോ തീരില്ല. ഒരു 6ഓളം വീഡിയോകൾ വേണം. അത്രയധികം റെഫറൻസ് ചെയ്തിട്ടുണ്ട്. ഒരു വിവാഹത്തിന് ബിഷപ്പ് സമ്മതിച്ചു, അച്ഛൻ സമ്മതിച്ചു, വികാരിച്ചൻ സമ്മതിച്ചു, പള്ളിയിലുള്ളവരെ സമ്മതിച്ചു, അതോടൊപ്പം കുട്ടിയുടെ മാതാപിതാക്കള്, വരന്റെ മാതാപിതാക്കള്, ഇവരൊക്കെ സമ്മതിച്ചു. പക്ഷെ ചില കേസിൽ അവിടുത്തെ സഭയിൽ പെടുന്നവർ എതിർത്താൽ അത് പള്ളിയിൽ വെച്ച് നടക്കില്ല. 10-ാം വളവ് എന്നൊരു സിനിമ, ആ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട്, സുരാജ് വെഞ്ഞാറമൂട് ഒരു ഹൈന്ദവ സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ അവരെ പള്ളിയിൽ വെച്ച് നടത്താനായിട്ട് ഒരു ഇടവകാംഗങ്ങളും സമ്മതിക്കാനില്ല. അതുകൊണ്ട് അവര് അച്ഛൻ സമ്മതിച്ചുകൊണ്ട് പുറത്തുപോയി കല്യാണം കഴിക്കുക. അത് അല്ല ഔട്ട് ഓഫ് ചർച്ച് എന്ന് ചിന്തിക്കുക. അപ്പോ സഭ പറഞ്ഞാലും അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാലും ബിഷപ്പ് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സഭാമക്കൾ വിചാരിച്ചാൽ, അൽമായരായ ജനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിവാഹത്തെ തടസ്സപ്പെടുത്താനും നടത്താതിരിക്കാനും പറ്റും. 2 വർഷത്തോളം ഒരു പ്രശസ്തമായ ബസിലിക്ക, ഒത്തിരി പഴയ ബസിലിക്ക അടഞ്ഞു കിടന്നില്ലേ? അത് കോടതി പറഞ്ഞു, പോപ്പ് പറഞ്ഞു, കർദിനാൾ പറഞ്ഞു, പോലീസുകാർ പറഞ്ഞു, ആര് പറഞ്ഞിട്ടും അവിടെ കുർബാന നടക്കാനായോ? നടത്താനായില്ല. ആ ജനങ്ങൾ അത് എതിർത്തപ്പോഴാണ്. ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിസ്പെൻസേഷൻ ഓഫ് കാനോനിക്കൽ ഫോം ഉണ്ടെങ്കിൽ തന്നെയും ചില കേസിൽ അങ്ങനെ
നടക്കില്ല. ഇനി മറ്റൊരു തലത്തിലോട്ട് ഞാൻ വരികയാണ്. കാര്യം അതിന് ചെറിയൊരു തടസ്സം വരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ആദിമകാലം മുതൽ മിശ്രവിവാഹങ്ങൾ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് ക്രിസ്ത്യൻസ് ആയിരുന്നു ആദ്യകാലത്ത്. അവര് പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുമുണ്ട്. അവർക്ക് വിവാഹം കഴിക്കുന്നത് ഒന്നുകിൽ യഹൂദന്മാരിൽ നിന്ന് അല്ലെ മറ്റുള്ള ജാതികളിൽ നിന്നൊക്കെയാണ് വിവാഹം കഴിച്ചിരുന്നത്. നമ്മൾ സെയിന്റ് അഗസ്റ്റിനെ അറിയാലോ. സെയിന്റ് അഗസ്റ്റിന്റെ മാതാപിതാക്കൾ ക്രൈസ്തവരായിരുന്നില്ല. മാതാവ് ക്രിസ്ത്യാനിയായിരുന്നു. എന്നാൽ അപ്പനായ പെട്രീഷ്യസ് ക്രിസ്ത്യനല്ല, ഒരു പേഗൻ മതത്തിൽപ്പെടുന്നതാണ്. ഈ പേഗൻ മതം എന്ന് പറയുന്നത് യഹൂദരും ക്രിസ്ത്യാനിയും അല്ലാത്ത മതങ്ങളെ പേഗൻ മതം എന്ന് പറയാറുണ്ട്. ആ പേഗൻ മതത്തിൽപ്പെടുന്ന അദ്ദേഹമാണ് സെയിന്റ് അഗസ്റ്റിന്റെ ഫാദർ. അപ്പോൾ പല തലങ്ങളിലും പല വിശുദ്ധന്മാരിലോട്ട് ചെല്ലുകയാണെങ്കിൽ, പണ്ടത്തെ പല വിശുദ്ധന്മാരിലോട്ട് ചെല്ലുകയാണെങ്കിൽ അവരുടെ മാതാവോ അല്ലെങ്കിൽ പിതാവ് ക്രൈസ്തവർ ആകണമെന്നില്ല. അന്നേ മിശ്രവിവാഹങ്ങളുണ്ട്. ഈ മിശ്രവിവാഹങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്രൈസ്തവ സഭ എന്ന് മുതലാണ് നിയമമാക്കിയതെന്നും ഏതൊക്കെ തലങ്ങളിലാണെന്നും ഈ ഫോമില് ആരൊക്കെ ഒപ്പിടണമെന്നും എന്തൊക്കെ നിബന്ധനകളാണ് ഇതിലുള്ളതെന്ന് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഓരോ വീഡിയോകളിലായി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൽകാം. ഡിസ്പെൻസേഷൻ ഓഫ് കാനോൻ ലോയെ പറ്റി വിശദമായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് അറിയേണ്ടത് ഡിസ്പെൻസേഷൻ എന്താണെന്നാണ്. അടുത്തറിയേണ്ടത് കാനോൻ ലോ എന്താണെന്നാണ്. പിന്നെയുള്ളത് ആ കാനോൻ ലോയിൽ പെടുന്ന എല്ലാ വസ്തുതകളും, അത് ഡിസ്പെൻസേഷനിൽ വരുന്ന എല്ലാ വസ്തുതകളും, അതോടൊപ്പം ആർക്കൊക്കെ ഇത് അനുവദിക്കാമെന്ന എല്ലാ വസ്തുതകളും, അതുപോലെ തന്നെ ആരൊക്കെ ഇതിന് അനുകൂലിക്കണം എന്ന് അതിൻ്റെ വസ്തുതകളും, എല്ലാ ഡീറ്റെയിൽസും, പിന്നെ എന്ന് മുതലാണ് തുടങ്ങിയതെന്ന് അറിയണം. അതുപോലെ കാനോൻ ലോയിലെ ഏതൊക്കെ ലോ അതിൽ വരണം എന്നും എല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് ഏവർക്കും കാണാം. ഒത്തിരി നന്ദി. താങ്ക് യു.